അസ്സാം വലൈക്കും വർഹമത്തുള്ള അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വഅല ആലിഹി വസുഹബിഹി അജ്മഈൻ അമ്മാബാദ്. അള്ളാഹുവിൻ്റെ വലിയ ഒരു ഓഫർ നമുക്കെല്ലാവർക്കുമുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ആകെ മാറും. അത്ര പ്രധാനമായ കാര്യമാണ്. അതായത് അള്ളാഹു പറയുന്നത് ഇന്നക്കലൻ തദാഷെയ്അൻ ഇല്ല. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നീ എന്തെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അള്ളാഹു എന്തു ചെയ്യും? നിനക്കതിനൊരു പകരം തന്നിരിക്കുന്നതാണ്. മാഹുവ ഹൈറുൻ ലക്ക മിൻഹു എന്നാണ്. നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഉത്തമമായ ഒന്നിനെ അള്ളാഹു നമുക്ക് തിരിച്ചു തരുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിഷ്ടമുള്ളത് ദീനിയായിട്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ എത്ര കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. എത്രയെല്ലാം ഹറാമുകൾ നമ്മൾ വിട്ടു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി തന്നെയല്ലേ? ഒരുപക്ഷേ അള്ളാഹുവിന് നമ്മൾ ഭയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ തെറ്റുകളൊക്കെ സുരക്ഷിതമായി ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ സാധിച്ചേക്കും. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം അത് മാറ്റി വെക്കുമ്പോൾ, നമ്മളത് ആത്മാർത്ഥമായി മാറ്റി വയ്ക്കുകയും അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും അള്ളാഹു നമുക്കൊരു ഹൈർ തന്നിരിക്കുന്നതാണ് എല്ലാ നിലക്കും. ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന് വേണ്ടി എന്തെല്ലാം ത്യജിച്ചു. ആ ത്യജിച്ചതിനുള്ള പകരം ഇന്നും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇന്നും ഇസ്ലാം ഏറ്റവും സ്വീകരിക്കപ്പെട്ട് ഏറ്റവും പ്രചാരത്തിലായി വന്നു. അന്ന് അവർ ഉപേക്ഷിച്ച അവരെ വീടും കുടുംബവും സ്വത്തൊക്കെ ഉപേക്ഷിച്ചതിൻ്റെ ഫലം എത്ര വലുതായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കതെന്ത് ചെയ്യും, ലഭിക്കുമെന്നതാണ്. എനിക്ക് വളരെ അത്ഭുതമുണ്ടാക്കിയൊരു കാര്യമുണ്ട്. അതായത് ഒരു അന്താരാഷ്ട്ര സ്പോർട്സ് നടക്കുന്ന ഒരു സമയമാണ്. ഈ അന്താരാഷ്ട്ര സ്പോർട്സ് നടക്കുന്ന സമയത്ത് രണ്ട് രാഷ്ട്രങ്ങളിലെ രണ്ട് പ്രതിനിധികൾ തമ്മിൽ ഓട്ട മത്സരം നടക്കണം. ഇപ്പോൾ ഈ ഓടി വരുന്ന സമയത്ത് ഫസ്റ്റ് കിട്ടുന്ന ആളുണ്ടല്ലോ, ഏറ്റവും മുന്നിലുള്ള ആൾ, അയാൾ ഈ ഫിനിഷിംഗ് പോയിൻറ്റിൽ മുമ്പ് ഓട്ടം അവസാനിപ്പിച്ചു. കാരണം അയാൾ ഫിനിഷിംഗ് പോയിൻ്റ് എത്തിയെന്ന് വിചാരിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ തൊട്ട് പിന്നിൽ വരുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് മനസ്സിലായി ഇവരിത് ഫിനിഷ് ചെയ്തിട്ടില്ല, ഫിനിഷിങ് പൂർത്തിയാക്കുന്ന സ്ഥലത്ത് എത്തിയെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണതെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു അറിയോ? ഈ രണ്ടാമത് വന്ന കക്ഷി എന്ത് ചെയ്തു? ഇയാളോട് പറഞ്ഞു, ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഇയാളുടെ ഭാഷ മനസ്സിലാവണില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇയാൾ പിന്നിൽ നിന്ന് ഈ മുന്നിലുള്ള ആളെ തള്ളി തള്ളി ഫിനിഷിംഗ് പോയിൻ്റ് അപ്പുറത്തേക്ക് എത്തിച്ച്. അങ്ങനെ അയാൾ തന്നെ ഫസ്റ്റായി. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ചോദിച്ച്, നിങ്ങളത് പറയാതെ നിങ്ങളാണ് മുന്നിൽ കിടന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടൂലേ? നിങ്ങൾക്കല്ലേ ഫസ്റ്റ് കിട്ടുക, പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഫസ്റ്റ് നഷ്ടപ്പെടുത്തിയെന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആ ഫസ്റ്റ് ആൾക്ക് അർഹതപ്പെട്ടതാണോ? അല്ലല്ലോ, മറ്റേ ആൾക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് അർഹതപ്പെടാത്ത ഒന്ന് എനിക്ക് വേണ്ടെന്നാണ്. ഇത് നിങ്ങൾ ആലോചിക്കണം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര മത്സരത്തിലാണിത് നടക്കുന്നത്. സ്പെയിനും കെനിയയും തമ്മിലാണെന്നാണ് എൻ്റെ ഓർമ്മ. രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ഒരാൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അയാളുടെ ചോദിക്കുന്നുണ്ട്, എനിക്ക് അർഹതയില്ലാത്ത ഒന്ന് എനിക്കെന്തിനാണെന്ന് വെച്ചു. അവിടെ എന്താ പറയുക, നമുക്ക് അർഹതയില്ലാത്ത ഒന്നിനെ ഉപേക്ഷിക്കാനുള്ള മനസ്സാണത്. അത് പണമായാലും സ്ഥാനമാനങ്ങളായാലും എന്താണെങ്കിലും നമുക്ക് പറ്റാത്ത ഒന്ന് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചാൽ അതിന് പകരം നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നഷ്ടപ്പെടുന്ന നമുക്ക് നഷ്ടങ്ങളല്ല, അതൊക്കെ അള്ളാഹു നമുക്ക് തിരിച്ചു തരുമെന്ന് മനസ്സിലാക്കുക, നമ്മൾ ഉൾക്കൊള്ളാം. എല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഉപേക്ഷിക്കാനും അതിനേക്കാളും ഹൈർ ലഭിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.